അസ്സലാമു വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അസ്റഫി റസൂലില്ലാഹ് അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, ഒരു അനുയോജ്യമായ ഭവനം ഉണ്ടാവുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഈ ദുനിയാവിലെ ഏറ്റവും മഹത്തായ ഒരു ആഗ്രഹമാണ്. ഒരു മനുഷ്യന്റെ ദുനിയാവിലെ വിജയത്തിന്റെ പ്രധാനമായ 4 കാര്യങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിപ്പറഞ്ഞ ഒന്നാണ് അൽ മസ്കനുൽ വാസിഉ, അനുയോജ്യമായ ഒരു ഭവനം എന്നുള്ളത്. അനുയോജ്യമായ ഒരു ഭവനം ഉണ്ടാവുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഈ ദുനിയാവിലെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഭവനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളമാണ്. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് അല്ലാഹു തആല അനുയോജ്യമായ വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടിന്റെ പണി തുടങ്ങി വളരെ വേഗത്തിൽ അത് പൂർത്തിയായി കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ഏറ്റവും മഹത്തായ ഒരു ദുആ പറയാം. വളരെ വേഗത്തിൽ ഇജാബത്ത് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ദുആ ആണ്. അതുകൊണ്ട് തന്നെ തഹജ്ജുദ് നിസ്കാര ശേഷം ഈ ദുആ ചൊല്ലലാണ് ഏറ്റവും നല്ലത്. മറ്റ് നിസ്കാരങ്ങൾക്ക് ശേഷം, മറ്റ് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഒരു ദുആ ചൊല്ലാവുന്നതാണ്. ഏറ്റവും നല്ലത് തഹജ്ജുദ് നിസ്കാര ശേഷം 21 പ്രാവശ്യം ചൊല്ലുന്നതാണ് നല്ലത്. ദുആ പറയാം. അല്ലാഹുമ്മ റബ്ബൽ ബൈത്തി ബിഹഖിൽ ബൈത്തി വ അഹ്ലിൽ ബൈത്തി സഹിൽ ലി അൽ ബൈത. ദുആ ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ റബ്ബൽ ബൈത്തി ബിഹഖിൽ ബൈത്തി വ അഹ്ലിൽ ബൈത്തി സഹിൽ ലി അൽ ബൈത എന്നിങ്ങനെ തഹജ്ജുദ് നിസ്കാര ശേഷമോ അല്ലെങ്കിൽ മറ്റ് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമോ 21 പ്രാവശ്യം ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. 21 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം മഹാനായ അസ്സയ്യിദ് ഹസൻ ശദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് ദുആ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് അനുയോജ്യമായ ഒരു ഭവനം അല്ലാഹു തആല അതിവേഗത്തിൽ തരുന്നതാണ്. വീടിന്റെ പണി തുടങ്ങി അതിവേഗത്തിൽ ആ പണി പൂർത്തിയായി നമുക്ക് താമസിക്കാൻ ഉതകുന്ന മഹത്തായ ഒരു വീട് അതിവേഗത്തിൽ നമുക്ക് ലഭിക്കുന്നതിന് ഈ ഒരു ദുആ നാം ചൊല്ലുക. നല്ല നിയ്യത്തോടുകൂടി ചൊല്ലി ദുആ ചെയ്യുക. അല്ലാഹു ഭവനമില്ലാതെ വിഷമിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു ഭവനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.